ഹേയ് ഹലോ ഗായ്സ്, നമസ്കാരം. എന്റെ പേര് പറയുന്നത് കൊണ്ട് ഒരു പ്രസക്തിയും ഈ വീഡിയോയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഒരു അല്പം പ്രസക്തിയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിനുള്ള വിദ്യാർത്ഥികളുടെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ്. ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കറപ്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് അവർ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇറ്റ്സെൽഫ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഉൾപ്പെടുന്ന ഒരു പറ്റ വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയിൽ ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസം എന്ന തലത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് കുട്ടികളെയും യുവജനങ്ങളെയും കൊണ്ടുവരുവാൻ സാധിക്കുന്നുവെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഒരു പരിധിവരെ അതെ, അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഈ കേരളത്തിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഒരു പറ്റം രാഷ്ട്രീയക്കാരും ഒരു പറ്റം അതോറിറ്റീസും, എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ ഓരോ ഓർഗനൈസേഷൻസിന്റെ അതോറിറ്റീസും മാത്രമേ ഇന്നിവിടെ ഉള്ളൂ എന്ന് പറയണം. കാരണം ഇപ്പോൾ കേരളത്തിൽ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നമായ +1 സീറ്റ് വിഷയത്തിലൊക്കെ ചർച്ച ചെയ്യുവാനും അതിനുവേണ്ടി സംസാരിക്കുവാനും അതിനുവേണ്ടി പ്രതികരിക്കുവാനും മാർഗനിർദ്ദേശം കണ്ടെത്തിക്കൊണ്ട് അതിന് കൃത്യമായ ഒരു മറുവശം കണ്ടെത്തി എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന നിർദ്ദേശങ്ങൾ നൽകുവാനും ആരും തയ്യാറാവുന്നില്ല. ഒരു പറ്റം അരാഷ്ട്രീയവാദികളെന്ന് സമൂഹവും ജനങ്ങളും ഉന്നയിക്കുന്ന യുവജന പ്രസ്ഥാനങ്ങളല്ലാതെ മറ്റാരും ഇതിന് തയ്യാറാവുന്നില്ല. ഇത് നമ്മുടെ കേരളത്തിന്റെ കാര്യം. ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിൽ മൊത്തത്തിൽ അങ്ങ് നോക്കിയാലോ. നീറ്റും നെറ്റും ഒന്നും അത്ര നീറ്റ് അല്ല എന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഒരുപാട് കുട്ടികൾ ഇന്ന് ആശങ്കയിലാണ്. തങ്ങളുടെ സമയവും സ്വപ്നവും ഊർജവും എല്ലാം മുടക്കി നല്ലൊരു ഭാവി സ്വപ്നം കണ്ടെത്തുന്ന ഇത്തരം പരീക്ഷകളിൽ യാതൊരു തരത്തിലുമുള്ള വീഴ്ചകൾ അംഗീകരിക്കാനാവില്ലെന്നാണ് നമ്മുടെയൊക്കെ നിലപാട്. 317 നഗരങ്ങളിലായി ഇത്തവണ 11,21,000 വിദ്യാർത്ഥികൾ നെറ്റ് പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഈ തസ്തികയിൽ നിന്നും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് യോഗ്യത നിർണ്ണയിക്കുന്നതിനുള്ള UGC നെറ്റ് പരീക്ഷ OMR പരീക്ഷയിൽ നടത്തിയ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് അതിൽ നിന്നും തുടർന്നുള്ള പരീക്ഷയ്ക്ക് കുറച്ചു പേർക്ക് ഇനിയും പരീക്ഷ എഴുതാമെന്നുള്ളതും കുറച്ചു പേരുടെ ഇത് റദ്ദാക്കുകയും അങ്ങനെയുള്ള ഒരുപാട് സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം കടന്നുപോയി കഴിഞ്ഞു. ദേശീയ പരീക്ഷാ ഏജൻസി ജൂൺ 18 നടത്തിയ പരീക്ഷ റദ്ദാക്കുവാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അങ്ങനെ തീരുമാനിച്ചു. ഇനി സർക്കാർ സ്വകാര്യ കോളേജുകളിലെ മെഡിസിൻ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ നീറ്റ് PG 2024 വർഷത്തെ നിർത്തിവെച്ചു. ഒരു നേരത്തെയുള്ള മുന്നറിയിപ്പും നൽകാതെ അപ്രതീക്ഷിതമായ ഒരു അറിയിപ്പായിരുന്നു അത്. എനിക്കിതിൽ ഓർമ്മ വരുന്നത്, പ്രക്രിയയുടെയും പവിത്രതയുടെയും വിശ്വാസ്യതയുടെയും എല്ലാം നിലനിർത്തുവാൻ വേണ്ടി 2015 ഇതുപോലൊരു സാഹചര്യം അല്ലെങ്കിൽ കൂടി നീറ്റ് പരീക്ഷ റദ്ദ് ചെയ്ത സാഹചര്യമാണ് ഓർമ്മ വരിക. മൊത്തത്തിൽ പറഞ്ഞ നമ്മുടെ കുട്ടികള്, ഞാൻ ഉൾപ്പെടുന്ന എന്റെ സഹോദരങ്ങൾ ഉൾപ്പെടുന്ന വിദ്യാർത്ഥി സമൂഹം എന്ത് വിശ്വസിച്ച് ഈ നാട്ടിൽ നിൽക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഓരോ പ്രസംഗ മത്സരങ്ങൾക്കും ഓരോ എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻസിനും മോട്ടിവേഷണൽ ടോക്കുകൾക്കുമെല്ലാം നാളെയുടെ രാഷ്ട്രത്തെ വാർത്തെടുക്കേണ്ടവരാണ് ഇന്നിന്റെ യുവജനങ്ങൾ. നിങ്ങൾ ഓരോരുത്തരുമാണ് രാഷ്ട്ര നിർമ്മാണത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ത് എന്ന ചോദ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തരുമ്പോ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മനസ്സിൽ കിടക്കുമ്പോ അവയ്ക്കൊന്നും ഉത്തരം നൽകാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് ഇന്നത്തെ യുവജനങ്ങൾ കുടിയേറി പോകുന്നു? തങ്ങളുടെ നാടും വീടും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ച് മനസ്സ് വിങ്ങിപ്പൊട്ടി നൊന്ത് ഒരുപാട് യുവജനങ്ങൾ എന്തുകൊണ്ട് ഇന്ന് നാട് കയറി? ഇന്ന് നമ്മുടെ നാട് ഉപേക്ഷിച്ച് അവരെ ഒരു അന്യനായി കാണുന്ന മറ്റൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. സ്വന്തം നാട്ടിൽ ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ, സ്വന്തം നാട്ടിൽ ലഭിക്കേണ്ട ഔന്നത്യങ്ങൾ, തങ്ങൾക്ക് ലഭിക്കേണ്ട വില, ഇവയൊന്നും ലഭിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ഈ കുട്ടികൾ കയറിപ്പോകുന്നത്. എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് പക്ഷെ കൃത്യമായ ഒരാളോടൊന്നില്ല, ഒരു സമൂഹത്തോട് തന്നെയാണ് ചോദിക്കാനുള്ളത്. എങ്കിലും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരാളിലേക്കാണെന്ന് തോന്നും. കാരണം അയാളോട് തന്നെ ചോദിക്കണം. ഇന്ന് നമ്മുടെ സംസ്ഥാനം ഭരിക്കേണ്ട പാർട്ടിയുടെ നേതൃത്വം എന്ന നിലയിൽ
സംസ്ഥാന ഭരണകർത്താവ് എന്ന നിലയിൽ ഇത് ചോദിക്കേണ്ടത് താങ്കളോട് തന്നെയാണ്. 2021 വർഷത്തിൽ താങ്കളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി 3-ാം വർഷം നമ്മുടെ കേരളം ഭരിക്കുവാൻ ഉയർന്ന സ്ഥാനത്തേക്ക് ജനങ്ങളുടെ വോട്ട് ലഭിച്ചുകൊണ്ട് സ്ഥാനത്തിലേറി. നിങ്ങളുടെ ഇതേ വർഷത്തെ മാനിഫെസ്റ്റോയിൽ, ഇലക്ഷൻ പ്രചരണത്തിലുണ്ടായിരുന്ന മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു കാര്യമായിരുന്നു മലബാർ മേഖലയിലെ, എസ്പെഷ്യലി മലബാർ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലെ +1 സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി പഠനം നടത്തി അതിനു വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുമെന്ന്. അതെ, നിങ്ങൾ പഠനം നടത്തി. പ്രൊഫസർ കെ കാർത്തികേയൻ നായരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച്, ഒരു 5-അംഗ കമ്മിറ്റി രൂപീകരിച്ച് നിങ്ങൾ അതിന് മാർഗനിർദ്ദേശം തേടി, നിങ്ങൾ അതിനെ പറ്റി പഠിച്ചു. ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ അവിടെ നിങ്ങൾ തന്നെ ചെയ്തു പോന്നുകൊണ്ടിരുന്ന 30% രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥികളുടെ +1 സീറ്റ് നിയമനം അനിയന്ത്രിതമാണെന്നും അത് റദ്ദാക്കണമെന്നും നിങ്ങൾ തന്നെ നിയമിച്ച നിങ്ങളുടെ ഈ 5-അംഗ കമ്മിറ്റി റിപ്പോർട്ട് പറയുകയുണ്ടായി. അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവർ +1 സീറ്റ് വിഷയത്തിൽ എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്യാമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയത് ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറി തലത്തിലേക്ക് ഉയർത്തുക എന്നൊരൊറ്റ ഓപ്ഷൻ വെച്ചുകൊണ്ട് മാത്രമായിരുന്നു. വേറെ കൃത്യമായ ഒരു ആൻസേഴ്സും ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ അവർ നമുക്ക് തന്നിട്ടില്ല. അത് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുമില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് 2024 എന്ന് പറയുന്ന ഈ വർഷത്തിൽ 99.69% ഓഫ് വിദേശ ശതമാനം ഉണ്ടായിരുന്നു കേരളത്തിൽ. 4,26,523 കുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക്, അതായത് +1ലേക്ക് അഡ്മിഷൻ ലഭിക്കുവാനായി അവർ പാസ്സായി. 10ാം ക്ലാസ് പാസ്സായി. ഇവർക്ക് പഠിക്കാൻ സ്കൂളില്ലാതെ ഇവരെവിടെ പോയി പഠിക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ 99.69% ഓഫ് വിജയ ശതമാനം സത്യസന്ധമാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ഞാൻ ഉൾപ്പെടുന്ന എന്റെ ബാച്ചിൽ പഠിച്ച 10ാം ക്ലാസ് കുട്ടികൾ, അതായത് കോവിഡ് ബാച്ച് എന്ന് പറയുന്ന 10ാം ക്ലാസ് കുട്ടികൾ പാസ്സായ വർഷം മുതൽ ഇന്ന് വരെ എക്സ്ട്രാ മാർക്ക് ഇട്ട് കൊടുത്ത് കുട്ടികളെ കയറ്റിവിടുന്നു എന്നൊരു പഴി മൊത്തത്തിൽ കേൾക്കുന്നുണ്ട്. ഒരു പരിധി വരെ ഞാനത് വിശ്വസിക്കുന്നുമുണ്ട്. കാരണം ഞാനും ആ ബാച്ചിൽ 10ാം ക്ലാസ് എഴുതിയതാണ്. ഞങ്ങളുടെ എക്സാം പേപ്പർ കൃത്യമായി ഞാൻ ഓർക്കുന്നുണ്ട്. മോഡൽ എക്സാമിന് ഞങ്ങൾക്ക് തന്ന മോഡൽ എക്സാം പേപ്പറിനെക്കാട്ടിലും ഒരു 5th or 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു SSLC പേപ്പർ ആയിരുന്നു എന്റെ 10th സ്റ്റാൻഡേർഡിലുള്ളത്. ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, കോവിഡ് സാഹചര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കണം. കുട്ടികളുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഒക്കെ ചെയ്തത്. പക്ഷെ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ട് അവസാനം അതിന്റെ പ്രശ്നം അനുഭവിക്കുന്നത് സത്യസന്ധമായി പഠിച്ച്, സത്യസന്ധമായി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് മാർക്ക് മേടിച്ച്, തന്നാലാവുന്നത് മാർക്ക് മേടിക്കുക എന്നുള്ള ഒരു ഒറ്റ സ്കീം മാത്രമാണ്. അത് ചെയ്തിട്ടും ലഭിക്കാതെ പോകുന്ന സീറ്റിന്റെ പ്രശ്നം പറഞ്ഞ് മനസ്സ് ബുദ്ധിമുട്ടുന്ന ഒരുപാട് യുവജനങ്ങളും വിദ്യാർത്ഥികളും ഇന്നുണ്ട്. ഗവൺമെന്റിന്റെ പ്രശ്നങ്ങളും ഗവൺമെന്റിന്റെ കറപ്റ്റൻസിയും എല്ലാം കണ്ടുകൊണ്ട് മനസ്സ് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ലോകത്ത്. ഇന്ത്യയിലെയോ കേരളത്തിലെയോ സാഹചര്യം മാത്രമല്ല. പക്ഷെ ഇന്ന് സാഹചര്യം അതല്ല. ഫിസിക്കൽ ഇഷ്യൂസ്, ഫിസിക്കൽ ഇഷ്യൂസ്, ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, ഇവയൊക്കെ കാരണമാണ് നമ്മുടെ നാട് ഇത്രയും കാലം പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നെങ്കിൽ മെന്റൽ ട്രോമ, മെന്റൽ ഇൻസ്റ്റെബിലിറ്റി എല്ലാം ഗവൺമെന്റിന്റെ കാര്യങ്ങൾ കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരുപറ്റം വിദ്യാർത്ഥികളുടെ നടുക്ക് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് മാത്രമൊന്നുമല്ല, ഈ ഒരു വിഷയം മാത്രമല്ല, നേരെ മറിച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ പറയാനാണെങ്കിൽ ഞാനൊരു കോളേജ് സ്റ്റുഡന്റ് ആണ്. ഏത് കോളേജ് ആണെന്നോ എന്റെ യൂണിവേഴ്സിറ്റി ഏതാണെന്നോ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ കോളേജുകളിലെയും എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ നിലവിൽ ഇപ്പോൾ ഒരു 3rd സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. എന്നാൽ എന്റെ 1st സെമസ്റ്റർ എക്സാം പോലും കഴിഞ്ഞില്ല. ഞാൻ 4th സെമ്മിലേക്ക് കയറുമ്പോൾ എന്റെ 1st സെമ്മിന്റെ എക്സാം വരുമെന്നാണ് എന്റെ ഒരു വിശ്വാസം, എന്റെ അധ്യാപകർ പറയുന്ന അനുസരിച്ച്. എന്റെ സീനിയേഴ്സ് ഉണ്ട്, എന്റെ 2nd ഇയർ സീനിയേഴ്സ്. അവർ നിലവില് ഇപ്പോ അവരുടെ 5th സെമ്മിൽ എത്തി നിൽക്കുകയാണ്. അവരുടെ 2nd സെമ്മിന്റെ റിസൾട്ട് പോലും വന്നിട്ടില്ല. 2nd സെമ്മിന്റെ എക്സാം കഴിഞ്ഞു. ഇത്തരത്തില്, അതായത് ഞാൻ പറഞ്ഞാൽ കൃത്യമായി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം, ഒക്ടോബർ മാസം ഒക്കെ 1st സെം പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ 1st സെമ്മിന്റെ എക്സാം എഴുതുന്നത് ഈ ഓഗസ്റ്റിലാണ്. 2023 പഠിച്ച ഞാൻ 2024 എക്സാം എഴുതുന്നത്. പ്രത്യേകിച്ച് ഞാനിതിന് ഒന്നും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെയൊക്കെ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് അത് നാളെയുടെ ലോകം, നാളെ വാർത്തെടുക്കേണ്ട യുവജനങ്ങൾ എന്ന് നിങ്ങൾ പറയുന്ന ഞങ്ങളുടെ മാനസിക പ്രശ്നങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം.
മാനസിക വിഷമങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. നാടിനെയും നാട്ടുകാരെയും ഈ യുവജനങ്ങൾ വെറുക്കാതിരിക്കാനുള്ള ഇനിഷ്യേറ്റീവ് എങ്കിലും നിങ്ങൾ എടുക്കണം. താങ്ക് യു.